ഇന്നത്തെ ലെസൺ ഒരു റിക്വസ്റ്റഡ് ടോപ്പിക്കാണ്. റെക്കമെൻഡ് എന്ന വാക്ക് എല്ലാവർക്കും വളരെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു വാക്കാണ്. മലയാളത്തിൽ നമ്മൾ ശുപാർശ ചെയ്യുക എന്ന് പറയും. അതല്ലെങ്കിൽ നിർദ്ദേശിക്കുക. ഒരു കാര്യം നമുക്ക് നല്ലതാണ് എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് ഉപയോഗിച്ച് ശീലിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇത് നല്ലതാണെന്ന അഭിപ്രായം നമുക്കുണ്ട്. അപ്പോൾ നമ്മളത് വേറെ ആളുകളോട് റെക്കമെൻഡ് ചെയ്യും, അല്ലേ? അതാണ് റെക്കമെൻഡ് ചെയ്യുക. പക്ഷേ ഇത് ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് ചില റൂൾസ് ഒക്കെ ഉണ്ട്. ആ സെൻറ്റൻസ് എങ്ങനെ ഉപയോഗിക്കണം, റെക്കമെൻഡ് കഴിഞ്ഞിട്ട് എന്താണ് ഉപയോഗിക്കേണ്ടത്, അത് കറക്റ്റായിട്ട് അതിന് ചില ഗ്രാമർ പോയിന്റ്സ് ഉണ്ട്. അതാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും ഇത് ഒരു വളരെ ഉപകാരപ്രദമായ ഒരു ലെസൺ ആയിരിക്കും. ശ്രദ്ധിക്കുക. റെക്കമെൻഡ് എന്ന വാക്ക് അതിൻ്റെ ഒരു പ്രസൻറ്റ് ടെൻസ് ഫോമാണ് റെക്കമെൻഡ്, V1 ഫോം. പിന്നെ റെക്കമെൻഡഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ഫോമായി V2 ഫോം. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം റെക്കമെൻഡഡ് എന്ന് തന്നെയാണ്. പിന്നെ അതിൻ്റെ റെക്കമെൻഡ്സ് എന്നത് V5 ഫോമാണ്. റെക്കമെൻഡിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ V4 ഫോമായി. അപ്പോൾ അതൊക്കെയാണ് വേർബിൻ്റെ ഫോംസ്. ഇനി നമുക്ക് അതെങ്ങനെ ഉപയോഗിക്കുമെന്ന് നോക്കാം. റെക്കമെൻഡ് എന്ന ആ ഒരു വാക്ക് കഴിഞ്ഞ് ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിലാണെങ്കിൽ നമുക്ക് ഒരു നൗൺ ഉപയോഗിക്കാം. അതായത് ഒരു തിങ്, അതല്ലെങ്കിൽ ഒരു പ്ലേസ്. ഒരു ഫുഡിൻ്റെ കാര്യത്തിലായാലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ റെക്കമെൻഡ് എന്ന വാക്ക് കഴിഞ്ഞിട്ട് നമുക്കൊരു നൗൺ ഉപയോഗിക്കാം. ഐ റെക്കമെൻഡ് ദ ബുക്ക്, ഐ റെക്കമെൻഡ് ദാറ്റ് പ്ലേസ്, ഐ റെക്കമെൻഡ് ബിരിയാണി. ഇങ്ങനെയൊക്കെ നമുക്ക് തിങ്സ്, അതല്ലെങ്കിൽ പ്ലേസസ്, അതല്ലെങ്കിൽ നമുക്ക് ഫുഡ്, ഇതൊക്കെ റെക്കമെൻഡ് ചെയ്യാം. ഐ റെക്കമെൻഡ് ദ ബുക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു നൗൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് വേർബൽ നൗൺ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ING ഫോം ചേർത്ത വേർബ്. ഐ റെക്കമെൻഡ് ദ ബുക്ക് എന്ന് പറയുമ്പോൾ അവിടെ നൗൺ ഉപയോഗിച്ചു. ഐ റെക്കമെൻഡ് റീഡിങ് ദിസ് ബുക്ക് എന്ന് പറയുമ്പോഴോ റീഡിങ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഐ റെക്കമെൻഡ് റീഡിങ് ദിസ് ബുക്ക്. ഐ റെക്കമെൻഡ് ദിസ് മൂവി, ആ മൂവി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, നൗൺ ഉപയോഗിച്ചു. ഇനി അതല്ലാതെ ഐ റെക്കമെൻഡ് വാച്ചിങ് ദിസ് മൂവി എന്ന് പറഞ്ഞാലോ ആ മൂവി വാച്ച് ചെയ്യുന്നതിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു എന്നല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ അത് ഉപയോഗിക്കാം. റെക്കമെൻഡ് പ്ലസ് നൗൺ, അതല്ലെങ്കിൽ ING ഫോം ഓഫ് എ വേർബ്. ഇനി വേറൊന്ന്, റെക്കമെൻഡ് കഴിഞ്ഞിട്ട് ദാറ്റ് എന്ന് നമുക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ടൊരു സബ്ജക്റ്റ്, പിന്നെ ഉപയോഗിക്കേണ്ടത് ഷുഡ്, പിന്നെ ബേസ് ഫോം ഓഫ് ദ വേർബ്. അങ്ങനെയും ഉപയോഗിക്കാം. ഐ റെക്കമെൻഡ് ദാറ്റ് യു ഷുഡ് റീഡ് ദിസ് ബുക്ക് എന്നാണെങ്കിലോ ഇതൊരു അഡ്വൈസിൻ്റെ രൂപത്തിലാണ്. നമ്മൾ വേറൊരാളോട് ഉപദേശിക്കുകയാണ്. അത് നിങ്ങൾ യു ഷുഡ് റീഡ് ദിസ് ബുക്ക്. ഐ റെക്കമെൻഡ് ദാറ്റ് കഴിഞ്ഞിട്ട് ദാറ്റ് കഴിഞ്ഞിട്ട് യു സബ്ജക്റ്റാണ്. യു ഷുഡ് റീഡ് ബേസ് ഫോം ഓഫ് ദ വേർബാണ്. ഐ റെക്കമെൻഡ് ദാറ്റ് യു ഷുഡ് വാച്ച് ദിസ് മൂവി. അപ്പോൾ അവിടെയും യു സബ്ജക്റ്റ് വന്നു, പിന്നീടാണ് ഷുഡ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബേസ് ഫോം ഓഫ് ദ വേർബ്. അങ്ങനെയും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ ഷുഡ് വേണ്ട എന്ന് വെക്കാം, അത് ഡ്രോപ്പ് ചെയ്തിട്ടും പറയാം. അപ്പോൾ എങ്ങനെ പറയും? ഐ റെക്കമെൻഡ് ദാറ്റ് യു വാച്ച് ദിസ് മൂവി. ആ ഷുഡ് നമ്മൾ ഡ്രോപ്പ് ചെയ്തു, അങ്ങനെയും പറയാം. ഐ റെക്കമെൻഡ് ദാറ്റ് യു റീഡ് ദിസ് ബുക്ക്. ഐ റെക്കമെൻഡ് ദാറ്റ് യു ഗോ ദർ. നിങ്ങൾ അവിടെ പോകുക എന്ന കാര്യത്തിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയൊക്കെ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വേർബാണ് ഉപയോഗിച്ചത്, വേർബിൻ്റെ ബേസ് ഫോമാണ് ഉപയോഗിച്ചത്. ഇനി ഐ റെക്കമെൻഡ് ദാറ്റ് ഹി ടേക്ക് ദ മെഡിസിൻ. നോക്കൂ, ഐ റെക്കമെൻഡ് ദാറ്റ് ഹി സബ്ജക്റ്റ് തന്നെയാണ്, ടേക്ക് ദ മെഡിസിൻ. ഇങ്ങനെ ഒരു സെൻറ്റൻസ് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താ, ഹി കഴിഞ്ഞിട്ട് ടേക്സ് എന്നല്ലേ പറയേണ്ടത്. എന്താ ടേക്ക്? അവിടെ ബേസ് ഫോം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. കാരണം ഇതൊരു സബ്ജക്റ്റീവ് മൂഡിലുള്ള സെൻറ്റൻസ് ആണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. ഐ റെക്കമെൻഡ് ദാറ്റ് ഹി ടേക്ക് ദ മെഡിസിൻ. ഐ റെക്കമെൻഡ് ദാറ്റ് ഷീ ടേക്ക് ദ മെഡിസിൻ. ഐ റെക്കമെൻഡ് ദാറ്റ് യു ടേക്ക് ദ മെഡിസിൻ. അപ്പോൾ അവിടെ ആ ബേസ് ഫോമിന് ഒരു വ്യത്യാസവും വരുത്തേണ്ട കാര്യമില്ല. പ്രോനൗൺ എന്താണ് എന്ന് നമ്മൾ നോക്കേണ്ടതില്ല. ഹി ആയിക്കോട്ടെ, യു ആയിക്കോട്ടെ, ഷീ ആയിക്കോട്ടെ, ദേ ആയിക്കോട്ടെ, വി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവിടെ ബേസ് ഫോം തന്നെ ഉപയോഗിക്കുക. വേറെ ഒരു വേ ഉള്ളത്, റെക്കമെൻഡ് കഴിഞ്ഞിട്ട് ഒരു ഓബ്ജക്റ്റ് വെക്കുക. അത് കഴിഞ്ഞ് ടു, പിന്നെ സംവൺ. ഒരു കാര്യം നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ലേ, ആ ചാനൽ,
ഞാൻ നിനക്ക് റെക്കമെൻഡ് ചെയ്യുന്നു എന്ന് പറയില്ലേ, അതല്ലെങ്കിൽ ആ ബുക്ക് ഞാൻ നിനക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. അങ്ങനെ പറയുമ്പോൾ നമുക്ക് റെക്കമെൻഡ് കഴിഞ്ഞിട്ട് ഒരു ഓബ്ജക്റ്റ് എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നത് അത് പറയുക, ആർക്കാണ് റെക്കമെൻഡ് ചെയ്യുന്നതെന്നും പറയുക. ആ തരത്തിലും നമുക്ക് റെക്കമെൻഡ് എന്ന വേർബ് ഉപയോഗിക്കാം. അപ്പോൾ വെൻ യു സജസ്റ്റ് സംതിങ് ഓർ സംവൺ ടു സംവൺ, വേറൊരു ആളെ റെക്കമെൻഡ് ചെയ്യില്ലേ നമ്മൾ? ഒരു വസ്തു തന്നെ ആവണമെന്നില്ല, ഒരു ബുക്ക് റെക്കമെൻഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരാളെ വേറൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യില്ലേ? അപ്പോൾ അങ്ങനെയും ആകാം. ടു സജസ്റ്റ് സംതിങ് ഓർ സംവൺ ടു സംവൺ. ക്യാൻ യു റെക്കമെൻഡ് എ ഗുഡ് ചാനൽ ടു മീ? നോക്കൂ, ക്യാൻ യു റെക്കമെൻഡ്, റെക്കമെൻഡ് കഴിഞ്ഞിട്ട് എന്താ ഉപയോഗിച്ചത്? ക്യാൻ യു റെക്കമെൻഡ് എ ഗുഡ് ചാനൽ, അതാണ് അവിടെ ഓബ്ജക്റ്റ്. എ ഗുഡ് ചാനൽ ടു മീ, ടു സംവൺ, ടു മീ, എനിക്ക് ഒരു നല്ല ചാനൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യുമോ, ഒരു നല്ല ബുക്ക് അവന് റെക്കമെൻഡ് ചെയ്യുമോ എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. റെക്കമെൻഡ് കഴിഞ്ഞിട്ട് പിന്നെന്താ വേണ്ടത്? ഓബ്ജക്റ്റാണ് വേണ്ടത്. ഓബ്ജക്റ്റ് കഴിഞ്ഞാൽ ടു ആർക്കാണ് എന്നത്. ഐ റെക്കമെൻഡഡ് ദിസ് ആപ്പ് ടു മൈ സ്റ്റുഡൻസ്. നോക്കൂ, റെക്കമെൻഡ് ചെയ്ത വസ്തു എന്താണ്? അതല്ലെങ്കിൽ ഓബ്ജക്റ്റ് അവിടെ എന്താണ്? ദിസ് ആപ്പ്, ഈ ഒരു ആപ്പ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് റെക്കമെൻഡ് ചെയ്തു. ടു മൈ സ്റ്റുഡൻസ്, ടു സംവൺ എന്ന് പറഞ്ഞില്ലേ, ടു മൈ സ്റ്റുഡൻസ്. അപ്പോൾ ആദ്യം ആ ഓബ്ജക്റ്റ് എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് പറയുക, അത് കഴിഞ്ഞിട്ടാണ് ആർക്കാണ് എന്ന് പറയേണ്ടത്. സംതിങ് തന്നെയല്ല, സംവൺ, ഒരാളെ റെക്കമെൻഡ് ചെയ്യാമല്ലോ. ഷീ റെക്കമെൻഡഡ് മീ ടു ദ പ്രിൻസിപ്പൾ, പ്രിൻസിപ്പളിന് വേണ്ടി എന്നെ റെക്കമെൻഡ് ചെയ്തു. ഷീ റെക്കമെൻഡഡ് മീ, അവിടെ മീ ആണ്, എന്നെയാണ് റെക്കമെൻഡ് ചെയ്തത്. ആർക്ക്? ടു ദ പ്രിൻസിപ്പൽ. പ്രിൻസിപ്പൽ. വേറൊരു വേ ഉള്ളത്, റെക്കമെൻഡ് കഴിഞ്ഞിട്ട് ഒരു ING ഫോം ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് ഫോർ ദ പർപ്പസ്, ഫോർ കഴിഞ്ഞിട്ട് പർപ്പസ്. എന്താണ് പർപ്പസ്? ഒരു പർപ്പസിന് വേണ്ടി, ഒരു കാര്യത്തിന് വേണ്ടി, ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യില്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഐ റെക്കമെൻഡ് യൂസിങ് എ നോട്ട്ബുക്ക് ഫോർ ഗ്രാമർ പ്രാക്ടീസ്. ഗ്രാമർ പ്രാക്ടീസിന് വേണ്ടി, ഫോർ ഗ്രാമർ പ്രാക്ടീസ് എന്ത് ചെയ്തു? ഐ റെക്കമെൻഡ് യൂസിങ് എ നോട്ട്ബുക്ക്. നോക്കൂ, യൂസിങ് ING ഫോം ഓഫ് ദ വേർബാണ്. യൂസിങ് എ നോട്ട്ബുക്ക് ഫോർ ഗ്രാമർ പ്രാക്ടീസ്. അപ്പോൾ അത്തരത്തിലും ഉപയോഗിക്കാം. ഐ റെക്കമെൻഡ് റീഡിങ് ദിസ് ബുക്ക്, റീഡിങ് ദിസ് ബുക്ക് ഫോർ ഇംപ്രൂവിങ് വൊക്കാബുലറി. ഐ റെക്കമെൻഡ് വാക്കിംഗ് ഫോർ സ്ട്രെസ് റിലീഫ്. സ്ട്രെസ് ഒന്ന് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഐ റെക്കമെൻഡ് വാക്കിംഗ്. I recommend taking the train for avoiding traffic. Taking the train, taking ING ഫോമുള്ള ഒരു വേർബ് ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പേർപ്പസ് എന്താണ് എന്ന് പറയുന്നു. ഇനി ഞാനൊരു സെൻറ്റൻസ് പറയാം, അത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഐ റെക്കമെൻഡ് ടു യു വാച്ച് ദിസ് വീഡിയോ. ഇത് കറക്റ്റ് ആണോ? റോങ് ആയ സെൻറ്റൻസ് ആണത്. ഐ റെക്കമെൻഡ് ദാറ്റ് യു വാച്ച് ദിസ് വീഡിയോ എന്നാണ് പറയേണ്ടത്. ഐ റെക്കമെൻഡ് ദാറ്റ് യു വാച്ച് ദിസ് വീഡിയോ. അതല്ലെങ്കിൽ ഐ റെക്കമെൻഡ് വാച്ചിങ് ദിസ് വീഡിയോ എന്ന് പറഞ്ഞാലും കറക്റ്റ് സെൻറ്റൻസ് ആണ്. ഇനി വേറൊരു സെൻറ്റൻസ്, ഐ റെക്കമെൻഡ് യു ടു സ്റ്റഡി. തെറ്റായ സെൻറ്റൻസ് ആണ് അല്ലേ? ഐ റെക്കമെൻഡ് ദാറ്റ് യു സ്റ്റഡി. കറക്റ്റായി. ഷീ റെക്കമെൻഡഡ് മീ എ ബുക്ക്. അത് റോങ് ആയൊരു സെൻറ്റൻസ് ആണ്. അതിന് കാരണം എന്താ? റെക്കമെൻഡഡ് മീ അല്ല ആദ്യം പറയേണ്ടത്, റെക്കമെൻഡഡ് എ ബുക്ക് ടു മീ എന്നാണ് പറയേണ്ടത്. ഓബ്ജക്റ്റ് ആദ്യം വയ്ക്കുക, എന്നിട്ടാണ് ടു സംവൺ എന്ന് പറയേണ്ടത്. അപ്പോൾ ഷീ റെക്കമെൻഡഡ് എ ബുക്ക് ടു മീ എന്നാണ് വേണ്ടത്. അതല്ലാതെ ഷീ റെക്കമെൻഡഡ് മീ എ ബുക്ക് എന്ന് പറഞ്ഞാൽ റോങ്. ഇനി കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എക്സസൈസസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഐ ബ്ലാങ്ക് വാച്ചിങ് ദിസ് മൂവി, ഇറ്റ്സ് അമേസിങ്. ഇവിടെ എന്താണ് വേണ്ടത് എന്ന് എഴുതണം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് റെക്കമെൻഡഡ്, റെക്കമെൻഡ് ടു, റെക്കമെൻഡ് ദാറ്റ് യു. ഇതിലേതാണ് കറക്റ്റ്? ഫസ്റ്റ് വൺ ആണ് കറക്റ്റ്. റെക്കമെൻഡ്. ഐ റെക്കമെൻഡ് വാച്ചിങ് ദിസ് മൂവി, ഇറ്റ്സ് അമേസിങ്. ദ ടീച്ചർ ബ്ലാങ്ക് ദാറ്റ് വി ബ്ലാങ്ക് ഡെയിലി.
ഫസ്റ്റ് ഓപ്ഷൻ റെക്കമെൻഡ് ആൻഡ് സ്റ്റഡി. 2 ബ്ലാങ്ക് സ്പേസസ് ഉണ്ട്, അവിടെ ഏതാണ് വേണ്ടത് എന്ന് ആലോചിക്കുക. സെക്കൻഡ് വൺ റെക്കമെൻഡ്സ് ആൻഡ് ഷുഡ് സ്റ്റഡി. ഇതിൽ കറക്റ്റ് ഏതാണ് എന്ന് കണ്ടുപിടിച്ചോ? ബി ആണ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. റെക്കമെൻഡ്സ് ആൻഡ് ഷുഡ് സ്റ്റഡി. ദ ടീച്ചർ റെക്കമെൻഡ്സ് ദാറ്റ് we should study daily. Next one, can you blank a good English channel dash me? Recommend 2. Recommended 4. Can you recommend a good English channel to me? Ini last one, she blank me blank her brother for the job. Recommended 2. Recommended 4. Thank you.